എന്ന മുന്നണിക്ക് ജനങ്ങളോട് പ്രതിബദ്ധതയില്ല, ജനക്ഷേമത്തിൽ താല്പര്യമില്ല, നാടിനോട് പ്രതിബദ്ധതയില്ല. തങ്ങളുടെ താല്പര്യത്തിനാണ് പ്രാധാന്യം. അതിന്റെ ഭാഗമായുള്ള നിശ്ചിത താല്പര്യങ്ങളുണ്ട്. നാടിന്റെ താല്പര്യത്തെക്കാൾ ജനക്ഷേമത്തെക്കാൾ എല്ലാം ആ നിശ്ചിത താല്പര്യം സംരക്ഷിക്കുന്നതിനാണ് പലപ്പോഴും പ്രാമുഖ്യം കൊടുക്കുന്നത്. അതിന്റെ ഭാഗമായി ഉണ്ടായ അഴിമതി, കെടുകാര്യസ്ഥത എല്ലാം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. നിശ്ചിത താല്പര്യങ്ങളുടെ പുറകെ പോയിക്കൊണ്ട് നാട് മുന്നോട്ട് പോകാതെ വല്ലാതെ തർക്കവിതർക്കങ്ങൾ ഉയർന്നു വന്നതും എല്ലാവരുടെയും അനുഭവത്തിലുള്ളതാണ്. ചുരുക്കത്തിൽ LDF എവിടെയാണോ എത്തിച്ചത് അവിടുന്ന് മുന്നോട്ടില്ല, അവിടെ നിന്നു. എന്നാൽ അവിടെയും നിന്നില്ല. ചില മേഖല പുറകോട്ട് പോയി, ചിലത് പൂർണ്ണമായി തകർന്നു പോയി. നാടിന് വേണ്ട ഒരു പദ്ധതിയും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഇതിലൊന്നും അതിശയോക്തിയുടെ കണികയില്ലാലോ. എല്ലാം നമ്മുടെ നാട് അനുഭവിച്ചത്. ഇതിന്റെ പാരമ്യത, മൂർധന്യദശ അതായിരുന്നു 2011-16 കാലം. അതനുഭവിച്ച കേരളത്തിലെ ജനങ്ങൾ ഇനി ഇങ്ങനെയൊരു ദുരിതകാലം ഉണ്ടാകരുത് എന്ന് തീരുമാനിച്ചു. അതോടൊപ്പം ഈ ദുരിതകാലം പിന്നിട്ടതിന് ശേഷമുള്ള 5 വർഷം, 2016 മുതൽ 2021 വരെയുള്ള 5 വർഷം, നാടിന്റെ ഓരോ മേഖലയിലും ഉണ്ടായ പുരോഗതി, അതും ജനങ്ങളുടെ അനുഭവത്തിലുണ്ടായി. ഇതാണ് വേണ്ടത്, ഇതാണ് തുടരേണ്ടത്. പഴയ ഇരുണ്ട കാലം ഇവിടെ വന്നുകൂടാ എന്ന് ജനങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയാണ് 2021 കേരളത്തിന്റെ ചരിത്രം തിരുത്തിയ വിധി വരുന്നത്. ആ വിധി ഏതെങ്കിലും തരത്തിൽ തെറ്റായിപ്പോയോ? അതാണ് സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പിൽ പരിശോധിക്കുക. ആ പരിശോധന ഇപ്പൊ മാത്രമല്ല ജനങ്ങൾ നടത്തുന്നത്. 2021 ശേഷമുള്ള ഓരോ വർഷവും ഓരോ ഘട്ടവും ജനങ്ങൾ അതിന്റെ ഭാഗമായി കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. ആ ഓരോ ഘട്ടവും തങ്ങളുടെ തീരുമാനം ശരിവെച്ചുകൊണ്ടുള്ള വലിയ അഭിമാന ബോധത്തിലാണ് ജനങ്ങൾ എത്തിയിട്ടുള്ളത്. കാരണം ജനങ്ങളുടെയും നാടിന്റെയും പ്രതീക്ഷക്കനുസരിച്ച് നമ്മുടെ നാട് മുന്നോട്ട് പോവുകയുണ്ടായി. അതിന്റെ പാരമ്പര്യമായിരുന്നു കഴിഞ്ഞ നവംബർ 1 കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന പ്രസ്താവന. നമ്മുടെ നാട് അതിദാരിദ്ര്യമുക്തമായി എന്ന് കണ്ടപ്പോൾ ലോകം ആശ്ചര്യപ്പെട്ടു. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് എങ്ങനെ അതിദാരിദ്ര്യമുക്തമാകാനായി? എന്താണ് ഇന്ത്യയിലെ പ്രത്യേകത? ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യമാണ്. ലോകത്തെ രാഷ്ട്രങ്ങളിൽ ഒരു പട്ടിക തയ്യാറാക്കിയ ദാരിദ്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവസാന ഭാഗത്ത്. നമ്മൾ കഴിഞ്ഞാൽ പിന്നെ ഏതാനും രാഷ്ട്രങ്ങൾ മാത്രമേ ഉള്ളൂ. അത്തരം ഒരു രാജ്യത്ത് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന് അതിദാരിദ്ര്യമുക്തമാകാനാകുക? എന്താണ് നമ്മുടെ രാജ്യത്ത് ദരിദ്രർ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ കാരണം? ദരിദ്രർ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് നയത്തിന്റെ ഭാഗമാണ്. നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന BJP ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ളത് ആഗോളവൽക്കരണ നയമാണ്. ആ നയം കോർപ്പറേറ്റുകളെയും അതിസമ്പന്നരെയുമാണ് സംരക്ഷിക്കുന്നത്. ആ നയത്തിന്റെ ഭാഗമായി പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുകയാണ്. ദരിദ്രരുടെ എണ്ണം വർദ്ധിക്കുന്നു, ദാരിദ്ര്യത്തിന്റെ മൂർച്ച കൂടുന്നു. അതാണ് ആ നയത്തിന്റെ പ്രത്യേകത.
ഈ നയം ഇപ്പോൾ തീവ്രമായി നടപ്പാക്കുന്നത് BJP ഗവൺമെന്റാണ്. പക്ഷെ BJPയുടെ സ്വന്തം നയമല്ല ഇത് കേട്ടോ. ഈ നയം നേരത്തെ നടപ്പാക്കിയത് കോൺഗ്രസ് ആണ്, നരസിംഹറാവുവിന്റെ കാലത്താണ്. അപ്പൊ കോൺഗ്രസിനും BJPക്കും ഒരേ നയമാണ്. ആ നയത്തിന്റെ ഭാഗമായി രണ്ടു കൂട്ടരും കോർപ്പറേറ്റുകളെയാണ് സഹായിക്കുന്നത്, സംരക്ഷിക്കുന്നത്. ഇതിന്റെ ഒരു പ്രകടിതമായ രൂപം 2011-16 തന്നെയാണ്. ആ കാലത്താണല്ലോ കേരളം വലിയൊന്ന് തകർന്നു പോയത്. ആ കാലത്ത് അധികാരത്തിലിരുന്ന ഗവൺമെന്റുകൾ 2011-16 കാലത്ത് ഇവിടെ UDF ഗവൺമെന്റ്, കേന്ദ്രത്തിലെ 2 ഗവൺമെന്റ്. ആദ്യത്തത് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്, രണ്ടാമത്തത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. ഈ 3 ഗവൺമെന്റുകളും ഒരേ നയം, ആഗോളവൽക്കരണ നയം. അതിന്റെ കെടുതിയാണ് നാം അനുഭവിച്ചത്. എന്താണ് LDFന്റെ പ്രത്യേകത? LDF അധികാരത്തിൽ വന്നപ്പോ ഈ നയമല്ല, LDF ഈ നയത്തോട് യോജിപ്പില്ല, ആഗോളവൽക്കരണ നയത്തിന്റെ ഭാഗമായ നടപടികളല്ല, ജനപക്ഷത്താണ്, ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന നടപടികളാണ്, കോർപ്പറേറ്റുകളെയും അതിസമ്പന്നരെയും സംരക്ഷിക്കുന്ന നടപടിയല്ല. അതിന്റെ ഭാഗമായി 64,006 കുടുംബങ്ങൾ കേരളത്തിൽ അതിദരിദ്ര കുടുംബങ്ങളാണ് എന്ന് വന്നപ്പോ LDF ആലോചിച്ചു, നമുക്ക് എന്തുകൊണ്ട് അവരെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചുകൂടാ? ആ ആലോചന LDFക്ക് മാത്രമേ നടത്താൻ കഴിയൂ. ആ ആലോചനയുടെ തുടർ പ്രവർത്തനമാണ് ഗവൺമെന്റ് നടത്തിയത്. 64,006 കുടുംബവും അതിദാരിദ്ര്യമുക്തമായപ്പോ കേരളം അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനമായി എന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. ഇതാണ് ഉണ്ടായത്. ഇത് LDF അല്ലെങ്കിൽ നടക്കുമോ? LDFന് അല്ലാതെ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ രാജ്യത്ത് എത്ര സംസ്ഥാനങ്ങളുണ്ട്? ഏതെങ്കിലും സംസ്ഥാനത്തില് ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചോ? നേരത്തെ ആലോചിക്കണ്ട. കേരളം ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയല്ലോ, കേരളത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടന്നല്ലോ, ഞങ്ങൾക്കും ഒന്ന് നടപ്പാക്കിക്കൂടെ എന്ന് ഏതെങ്കിലും കൂട്ടർ ആലോചിച്ചോ? ആലോചിക്കാനാവില്ല. അവിടെയാണ് LDF വേറിട്ട് നിൽക്കുന്നത്. അതാണ് LDFന്റെ പ്രത്യേകത. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്നതിന് LDFന് മാത്രമേ കഴിയൂ. ഇപ്പോ വിശദമായി മറ്റു കാര്യങ്ങളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസ രംഗം നല്ല രീതിയിൽ മെച്ചപ്പെട്ടു. തകർന്നുപോയി എന്ന് കണക്കാക്കിയതല്ലേ? ആയിരക്കണക്കിന് സ്കൂളുകൾ അടച്ചുപൂട്ടാൻ വീക്ഷിച്ചതല്ലേ? ലക്ഷക്കണക്കിൽ കുട്ടികൾ മുഴിഞ്ഞു പോയതല്ലേ? പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്നവരെല്ലാം വല്ലാതെ വേദനിച്ചതല്ലേ? ഇപ്പോ എന്തൊരു സന്തോഷമാണ് പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്നവർക്ക്. നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാഭ്യാസ രംഗം രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഗണത്തിൽപ്പെട്ടിരിക്കുന്നു. നമ്മെ തേടി പുരസ്കാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിൽ കുട്ടികൾ പോയ സ്ഥാനത്ത് 10 ലക്ഷം കുട്ടികൾ പുതുതായി ചേരുന്നു. 45,000 ക്ലാസ് മുറികളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളാകുന്നു. എല്ലാ ആധുനിക സൗകര്യങ്ങളും ഒരുങ്ങുന്നു. ലോകത്തിന്റെ ഏത് ഭാഗത്തുമുള്ള ഏറ്റവും ഉയർന്ന അക്കാദമിക് തലമുള്ള സ്കൂളിലെ കുട്ടിയോട് ഇടപെടിക്കാവുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലെ സാധാരണ സ്കൂളിലെ കുട്ടിക്കുണ്ടാകുന്നു. ഇതല്ലേ മാറ്റം? ആ മാറ്റം LDF ആയതുകൊണ്ടല്ലേ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല 2016 ഞങ്ങള് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പരിശോധന നടത്തി. ചെറിയ ചോദ്യം മാത്രം. രാജ്യത്തെ ആദ്യത്തെ 100 സ്ഥാപനങ്ങൾ എടുക്കുന്നു. കേരളത്തിൽ നിന്നുള്ള എത്ര എണ്ണം ഉണ്ട്? ഒന്നുമില്ല.
നമ്മൾ വലിയ കേമന്മാര്, നമ്മൾ വലിയ തരത്തിൽ അഭിമാനം കൊള്ളുന്നതാണ്. നമ്മുടെ വിദ്യാഭ്യാസ രംഗം വളരെ ശക്തമാണ്. പക്ഷെ ഇതായിരുന്നു നിലവാരം. അവിടെ നമ്മൾ ആലോചിച്ചു,